വെക്റ്റർ ഫംഗ്ഷനില് എന്താണ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ന് പറയാൻ പോണ കാര്യങ്ങള് ഒന്ന് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ, രണ്ടാമത്തെ കാര്യം കർവേച്ചർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, എക്സ് കോർഡിനേറ്റ് x of t, x in terms of parameter t, y of t, z of t. ഇത് i j k components ആയിട്ട് വരുന്ന വെക്ടർ ആണ്. This r of t. R of t is the position of a particle at any time t. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ് വിചാരിച്ചു. അപ്പോൾ ഈ പോയിന്റില് ഇത് എന്താ പറയാ, നമ്മളിവിടെ സ്പേസ് കാണിക്കുകയാണെങ്കിൽ എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സ് അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, വൈ ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, സെഡ് ആക്സ്, ദിസ് പോയിന്റ് ഈസ് xi plus yj plus zk. ഓരോ പോയിന്റിലും. അപ്പൊ ഈ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഈ വെക്ടറാണ് ആർ ഓഫ് ടി. ആർ ഈക്വൽ ടു xi plus yj plus zk. പാരാമീറ്ററൈസേഷനിൽ എക്സ് വൈ സെഡ് ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് ടി. ടി പാരാമീറ്റർ ഉപയോഗിക്കാൻ പോലും കാരണം നമ്മൾ സാധാരണ ഈ ടീക്ക് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ വരുമ്പോൾ ടി ടൈം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടി എന്നുള്ള പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആർ ഓഫ് ടി എന്നുള്ള വെക്ടർ. എന്താണ് അപ്പോ ആർ ഓഫ് ടി ഈസ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. എക്സ് കമ്പോണന്റ് ഈസ് എക്സ് ഓഫ് ടി, വൈ കമ്പോണന്റ് ഈസ് വൈ ഓഫ് ടി, സെഡ് കമ്പോണന്റ് ഈസ് സെഡ് ഓഫ് ടി. അപ്പൊ ആർ എവിടെ കണ്ടാലും അതിന്റെ മീനിങ് എന്താണ്? എക്സ് ഓഫ് ടി ഐ പ്ലസ് y of t j plus z of t. അടുത്ത് നമ്മൾ പറയാൻ പോണേ ആർ എന്നുള്ള വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ആർ ഓഫ് ടി, ആർ ഡാഷ് ടി, ആറിന്റെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ടി. ആർ ഡാഷ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഡാഷ് ടി ഐ, ഡി എക്സിനെ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വൈ ഡാഷ് ടി ജെ പ്ലസ് z dash t. This denoted by v of t or velocity vector എന്ന് ഇതിനെ പറയാം. This called the velocity vector. This is the position vector. This called the velocity vector. Velocity vector is nothing but the derivative of the position vector. Position vector differentiate ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? velocity vector കിട്ടും. അപ്പോ വെലോസിറ്റി വെക്ടർ എന്താണെന്ന് നമുക്കിതൊന്ന് പറയാം. ഇനി വി ഓഫ് ടി കിട്ടിയാൽ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത്, what is length of a curve? ലെങ്ത് ഓഫ് എ കർവിനെ നമ്മൾ പാരാമീറ്ററൈസേഷനിൽ ഇപ്പൊ x ഈക്വൽ ടു എക്സ് ഓഫ് ടി, y ഈക്വൽ ടു y ഓഫ് ടി, z ഈക്വൽ ടു z ഓഫ് ടി, x ഈക്വൽ ടു എക്സ് ഓഫ് ടി, y ഈക്വൽ ടു y ഓഫ് ടി, z ഈക്വൽ ടു z ഓഫ് ടി എന്നുള്ള കർവിനെ, ഈ കർവിന്റെ ലെങ്ത് ടി വേരീസ് ഫ്രം എ ടു ബി ആണെങ്കിൽ എ മുതൽ ബി വരെയുള്ള അതിന്റെ ലെങ്ത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കണ്ടോ നിങ്ങള്? ലെങ്ത് ഈക്വൽ ടു എന്താണ്? ഇപ്പൊ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി എക്സ് ബൈ ഡി ടി ആണ് എക്സ് ഡാഷ് ടി, റൂട്ട് ഓഫ് എക്സ് ഡാഷ് ടി സ്ക്വയർ പ്ലസ് വൈ ഡാഷ് ടി സ്ക്വയർ പ്ലസ് z dash t square dt integration with respect to t.
ഇതാണ് ലെങ്ത് കാണാനുള്ള ഫോർമുല. ഇതിനെ നമുക്ക് വെക്ടർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം നോക്കുക. ഈ ആർ ഡാഷ് ടി അല്ലെങ്കിൽ വി ഓഫ് ടി എന്നുള്ള വെക്ടറിന്റെ കമ്പോണൻസ് എന്താണ്? എക്സ് ഡാഷ് ടി ഐ പ്ലസ് വൈ ഡാഷ് ടി ജെ പ്ലസ് സെഡ് ഡാഷ് ടി കെ അല്ലേ. വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഐ കമ്പോണന്റ് സ്ക്വയർ പ്ലസ് ജെ കമ്പോണന്റ് സ്ക്വയർ പ്ലസ് കെ കമ്പോണന്റ് സ്ക്വയർ. അപ്പൊ മോഡ് വി ഓഫ് ടി എന്തായിരിക്കും? മോഡ് വി ഓഫ് ടി ഈ ടേം ആയിരിക്കും. മോഡ് വി ഓഫ് ടി ഇതായിരിക്കും മോഡ് വി ഓഫ് ടി. സോ L can be written as integral a to b mod v of t dt. ഈ മോഡ് r dash t dt. അപ്പൊ ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത് കാണാന് നമ്മള് ഇന്റഗ്രൽ a to b വെക്ടർ എന്താ പറയാ വെലോസിറ്റി ഫംഗ്ഷൻ. വെലോസിറ്റി എങ്ങനെ കിട്ടും? പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ v കിട്ടും. vനെ അബ്സല്യൂട്ട് വാല്യൂ കാണാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. അതിന് ഇന്റഗ്രൽ a to b ചെയ്താല് നമുക്ക് കിട്ടും ലെങ്ത് ഓഫ് ദി കർവ് കിട്ടും. ഈ ലെങ്ത് ഓഫ് ദി കർവ് എവിടുന്ന് ഇതുവരെയാണ് കിട്ടുന്നത്? a മുതൽ b വരെ. ഇനി നോക്കുക, t lies between a and b. Now what is the length from a to t? T is any point between a and b. What is the length from a to t? a to t ലെങ്ത് കാണണമെങ്കിൽ this equal to mod v of ഇവിടെ t ഒരു വട്ടം ഉപയോഗിച്ചിട്ട് വേറെ വേരിയബിൾ ഉപയോഗിക്കാം du. This is the length from a to t. t may be any point between a and b. ഈ ഐഡിയ മനസ്സിലായോ നോക്കുക. ഇതാണ് നമ്മുടെ കർവ്. നമ്മുടെ കർവ് നമുക്ക് ഇതാണ് a, ഇവിടെ ടിന്റെ വാല്യൂ a, ഇവിടെ ടിന്റെ വാല്യൂ b. ഈ ലെങ്ത് മൊത്തം കാണുന്നതിന് പകരം നമുക്ക് ലെങ്ത് വേരിയബിൾ ആയിട്ട് കാണുന്നത് വിചാരിക്കുക. ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? അതേമാതിരി ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? അപ്പോ ഈ വേരിയബിൾ പോയിന്റ് ആണ് ടി എന്നുള്ള പോയിന്റ്. ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? ഇന്റഗ്രൽ a to d എന്താ പറയാ മോഡുലസ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടി ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വേറെ വേരിയബിൾ കൊടുക്കും. v of t dt അല്ലാത്ത വേറെ ഏതെങ്കിലും കൊടുക്കാം. v of u d കൊടുക്കാം, വേറെ v of x dx കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വാല്യൂ കൊടുക്കാം. This called the length function and is denoted by s of t. S of t. S of t is the length of the curve up to the point t. T may be any point from a to b. അത് a മുതൽ a വരെയുള്ള ലെങ്ത് എന്താണ്? a മുതൽ a വരെയുള്ള ലെങ്ത് ആണ് ഇന്റഗ്രൽ a to a 0 കിട്ടും. a മുതൽ b വരെയുള്ള ലെങ്ത് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും. a മുതൽ b വരെയുള്ള ലെങ്ത് ഈ ഇന്റഗ്രലിനായിരിക്കും മോഡ് ഇന്റഗ്രൽ a to b മോഡ് v of u du എന്ന് പറഞ്ഞാലും ഇന്റഗ്രൽ a to b മോഡ് v of t dt പറഞ്ഞാലും ഒരു ആൻസർ ആണ് കിട്ടാൻ നമുക്കറിയാം. അപ്പോ ഈ s of t is called the length function, and from here we get a very important result. നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ്. What is s dash t? What is s dash t? S dash t is the derivative of length with respect to t. Derivative of length with respect to t. It is എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്തായിരിക്കും ലെങ്ത് ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാ? ഇതൊരു വേരിയബിൾ അല്ല, സോറി, ദിസ് നോട്ട് എ വെക്ടർ, ദിസ് എ സ്കാലർ. It's not a vector, it's a scalar. So it is not velocity, but it is the speed. എങ്ങനെ കിട്ടാൻ നോക്കാം? ds by dt എങ്ങനെ കാണാം? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഫണ്ടമെന്റൽ തിയറി ഓർമ്മ ഉണ്ടോ? This equal to d by dt of integral a to t mod v dash u du. ഇതിന്റെ ഇന്റഗ്രലും ഡെറിവേറ്റീവ് ഒന്നിച്ച് വന്നാൽ എങ്ങനെയാണ് ഈ വാല്യൂറ്റ് ചെയ്യാന്ന് ഓർമ്മ ഉണ്ടോ? അല്ലേ? ഈ യുവിന് പകരം ഇങ്ങോട്ട് ടി കൊടുക്കും, ഇന്റഗ്രലും ഡെറിവേറ്റീവും പരസ്പരം ക്യാൻസൽ ചെയ്യും. ദിസ് ഈക്വൽ ടു മോഡ് വി ഡാഷ് ടി. റിമെമ്പർ മോഡ് വി ഡാഷ് ടി, കാരണം എസ് ഈസ് എ എന്താ പറയാ ശരിക്കും ഒരു സ്കാലർ ഇന്റഗ്രൽ ആണ്. മോഡ് വി ഓഫ് യു ഡി യു
v എന്നുള്ള വെക്ടറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടിട്ട് അതിനെ a മുതൽ t വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് എ സ്കാലർ വാല്യൂ. സോ s dash t is not v dash t. s dash t is sorry mod v dash u അല്ല mod v of u d ആണ്. S dash t is mod v of t, no, not mod v dash t. S dash t is mod v of t or mod r dash t എന്ന് വേണമെങ്കിൽ പറയാം. mod r dash t എന്ന് വേണമെങ്കിൽ പറയാം. not so S dash t equal to mod v of t. ഓർത്തിരിക്കുക ds by dt ക്ക് വരാൻ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? mod v of t നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ലെങ്ത് കാണാനുള്ള ഫോർമുല പറഞ്ഞു, പൊസിഷൻ വെക്ടർ പറഞ്ഞു, വെലോസിറ്റി വെക്ടർ പറഞ്ഞു. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതാണ് നമ്മളുടെ പാത്ത്. ഒരു പാർട്ടിക്കിള് എയറിലൂടെ എന്താ പറയാ ഒരു വിമാനം എയർക്രാഫ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്പേസിലൂടെ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന്റെ പാത്താണിത്. ഈ പാത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ആർ ഓഫ് ടി. ഈ പാത്തിലൂടെ പോകുന്ന ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് വി ഓഫ് ടി. Now what is the tangent vector at a time at any point? Tangent vector എന്ന് പറഞ്ഞാൽ ശരിക്കും വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. വെലോസിറ്റി എല്ലാ പോയിന്റിലും നമുക്കറിയാം. ഈ പോയിന്റില് വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. ഈ കർവിന് ടാൻജന്റ് ആയിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പോ ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും വെലോസിറ്റി വെക്ടർ തന്നെയാണ്. പക്ഷെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാല് ടാൻജന്റ് വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അപ്പോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഈസ് ഡിഫൈൻഡ് ആസ്, യൂണിറ്റ് വെക്ടറിന് മുകളിൽ നമ്മൾ വെക്ടർ സൈനിന് വരാൻ ക്യാപ്പ് ആണ് ഇടുക, ടി ക്യാപ്പ് എന്ന് വേണമെങ്കിൽ എഴുതാം. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ വി ഡിവൈഡ് ബൈ ഇറ്റ്സ് അബ്സല്യൂട്ട് വാല്യൂ. അപ്പോ നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞ പൊസിഷൻ വെക്ടർ ആണ്, പിന്നെ വെലോസിറ്റി വെക്ടർ ആണ്. ഇനി നമ്മൾ പറയാൻ പോണ വെക്ടർ മൂന്നാമത്തെ വെക്ടർ ആണ് ടാൻജന്റ് വെക്ടർ ടി ക്യാപ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ക്യാപ് ഈക്വൽ ടു വെക്ടർ വി ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ. വെക്ടർ വി ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ. ഇനി ക്ലിയർ അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ of the helix. Find the unit tangent vector of the helix. R of t equal to cos t I plus sin t j plus t. Unit tangent vector of the helix. ഇതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് കണ്ടത്. പെട്ടെന്ന് പറയാൻ പറ്റും, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. കാരണം വാട്ട് ഈസ് എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാനുള്ള ഫോർമുല? വെക്ടർ വി ബൈ മോഡ് വെക്ടർ വി. വാട്ട് ഈസ് വെക്ടർ വി? വെക്ടർ വി ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ആർ. അപ്പൊ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ടി ദാറ്റ്സ് ഈക്വൽ ടു കോസ് ടി ഡിഫറൻസ് ചെയ്താൽ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. T in differentiate 1. Now what is mod v of t? What is mod v of t? Is equal to absolute value of r dash t, that is root of sin minus sin t square is the sin square t plus cos square t plus with the component 1, that is cos square t plus sin square t and 1 ആണ്. So this is equal to root. Now t cap equal to
vector v divided by mod magnitude of vector v. That's equal to vector v ne root കൊണ്ട് divide ചെയ്യുന്നത്. That is 1 by root 2 into this 1 by root 2 into minus sin t I plus cos t j plus t. This is the unit tangent vector. അപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുക. ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ to the curve x equal to t square plus 1, y equal to 40 minus 3, z equal to 2t square minus 60. At t equal to 2. At t equal to find the unit tangent vector to the curve x equal to t square plus 1, y equal to 40 minus 3, z equal to 2t square minus 60 at t equal to. അപ്പോൾ x ഉം y ഉം z കിട്ടിയ വെക്ടർ r കാണണം. ആദ്യം വെക്ടർ r എങ്ങനെ കിട്ടുക? xi plus yj plus zk. വെക്ടർ r കിട്ടി. വെക്ടർ r കിട്ടിയാൽ വെക്ടർ r നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെക്ടർ v കിട്ടും. വെക്ടർ v equal to ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ? r dash t this 2ti plus 4j plus 40 minus 6 into k കണ്ടു വരും. റൈറ്റ്. നമുക്ക് അറ്റ് t equal to 2 ആണ് കാണേണ്ടത്. അപ്പോൾ വെക്ടർ v നെ t equal to 2 ൽ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ പോണായിരിക്കും നല്ലത്. വെക്ടർ v നെ t equal to 2 ൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ 4i plus 4j plus 8 minus 6 into k കിട്ടും. 4i plus 4j plus 2k കിട്ടും. മോഡ് വെക്ടർ v equal to root of 4 square plus 4 square plus 2 square. 16 16 32 4 36. ഇതിന്റെ റൂട്ട് 6 കിട്ടും. T അല്ലെ? ക്യാപിറ്റൽ T equal to T cap equal to 2i plus 2j plus k divided by 3 കിട്ടുമെന്ന് വിചാരിക്കും. ഒരു 2 ക്യാൻസൽ ആവും മോഡും താഴെ. 4i plus 4j plus 2k divided by 6 ആണ് കിട്ടുക. ഒരു 2 ക്യാൻസൽ ആവും. Right? Find the unit tangent vector to find the unit tangent vector to vector r equal to a cos t I plus a sin t. ഇതേപോലെ നിങ്ങൾ കണ്ടാൽ മതി. Find the unit tangent vector to vector 2 r of t equal to the differentiation കുറച്ച് പ്രോഡക്റ്റ് ഉള്ള വരുന്നോണ്ട് കുറച്ച് ലെങ്ത് വരും. r of t equal to cos t plus t sin t into I plus sin t minus t cos t into j. t greater than 0 ആണ്. t ന്റെ വാല്യൂ തന്നിട്ടില്ല. t greater than 0 ആണ്. അപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് കാണേണ്ടത്. r dash t കാണണം, മോഡ് r dash t കാണണം, അല്ലെങ്കിൽ v of t ന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. v of t ന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
എവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഡിഫറൻറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി, ടി സൈൻ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടി കോസ് ടി പ്ലസ് സൈൻ ടി അത്രയും ടേമുകൾ അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് കർവേച്ചർ എന്താണെന്ന് കൂടി പറയാം. 5 മിനിറ്റ് കൂടി ഉള്ളൂ, അതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കർവേച്ചർ എന്ന് പറഞ്ഞാല് കർവേച്ചർ എന്താണെന്ന് നമ്മൾക്ക് പിന്നീട് പറയാം. ആദ്യം കർവേച്ചറിന്റെ ഡെഫിനിഷൻ നോക്കാം. കർവേച്ചർ is defined as mod dt by ds. Mod dt by ds. What is mod dt by ds? This is the definition. നമ്മൾ എന്ത് ചെയ്യാ, മോളിൽ താഴെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി നമ്മൾ r is given in terms of t. ഇപ്പൊ ടിയിലേക്ക് ഫോർമുല മാറ്റുകയാണെങ്കിൽ ഡി ടി ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എസ് ബൈ ഡി ടി. Now what is dt by dt? നമുക്കറിയാം t നമുക്ക് കാണാൻ അറിയാലോ, t മോഡ് എന്താ v by മോഡ് v ആയതുകൊണ്ട് t നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. this equal to t dash t divided by s dash t. s dash t എന്ന് പറഞ്ഞാല് നമുക്കറിയാം മോഡ് v of t എന്നാണ്. മോഡ് t dash t ഉണ്ട് അല്ലേ ന്യൂമറേറ്ററില്, ഡിവൈഡ് ബൈ മോഡ് s dash t is മോഡ് എന്താണ് മോഡ് v of t. സോ ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കാണാം, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാം. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാൻ എളുപ്പം. മോഡ് ടി ഡാഷ് ടി ഡിവൈഡ് ബൈ മോഡ് വി ഓഫ് ടി. അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് നിർത്താം. അതാണ് ക്വസ്റ്റ്യൻ. So that the curvature of a circle of radius a is 1 by a. Circle of radius a എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് പറയാ, circle of radius a പറഞ്ഞാൽ x equal to a cos t, y equal to a sin t, 0 less than or equal to t less than or equal to 2 pi. This is the circle of radius a in parameterized form. ഒരു a റേഡിയസിലെ സർക്കിളിന്റെ പാരാമെട്രിക് ഫോം ഇതാണ്. ഇവിടെ സർക്കിളിന്റെ പാരാമെട്രിക് ഫോം തന്നില്ല, നമ്മൾ അറിയേണ്ടി വരും. x equal to a cos t, y equal to a sin t, t varies from 0 to pi ആണ് സർക്കിൾ ഓഫ് റേഡിയസിന്റെ പാരാമെട്രൈസ്ഡ് ഫോം. നമുക്ക് r കാണാം. അതിൽ നിന്ന് r of t equal to എന്താ പറയാ, r of t equal to a cos t I plus a sin t. നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ കാണാം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് കാപ്പ് കാണാനല്ലേ, കർവേച്ചർ കാണാനല്ലേ, ഫോർമുല പറഞ്ഞാല് മോഡ് ഡി ടി ബൈ ഡി എസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാല് ടി ഇൻ ടേംസ് ഓഫ് എസ് കിട്ടണം, എന്നാലുള്ള ഡി ടി ബൈ ഡി എസ് കാണാം. ടീനെ എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ആദ്യം ടീനെ എന്തിലേക്ക് മാറ്റണം, എസിലേക്ക് മാറ്റണം. അതെങ്ങനെ ചെയ്യാ എന്നുള്ളതാണ് ചെയ്യണേ. അപ്പൊ എസും ടിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എസ് ഓഫ് ടി നോക്കാം. നമുക്കിവിടെ ആറ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് വി? വാട്ട് ഈസ് വെക്ടർ വി? വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ടി ആണ്. ഇറ്റ് ഈസ് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി. Now what is t? അല്ല മോഡ് വി ഓഫ് ടി എന്നിട്ടും മോഡ് വി ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി എ കിട്ടും. Now what is t? It is t equal to v by mod v. Vector v by mod vector v equal to minus sin t I plus cos t j. സമയം കഴിയാണ്, ഞാൻ പെട്ടെന്ന് പറയാം. Now ഇനി ടിയും എസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എസ് ഈക്വൽ ടു എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി മോഡ് വി ഓഫ് യു ഡി യു. ലെങ്ത് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഇവിടെ
സർക്കിൾ ഓഫ് റേഡിയസ് എ കൺസിഡർ ചെയ്യാം. സർക്കിൾ ഓഫ് റേഡിയസ് എ ആണ് നമ്മുടെ ഇതിന്റെ കർവേച്ചർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടി എന്നുള്ള ആംഗിളിലുള്ള ലൈനാണിത്. അപ്പോ എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത്, വാട്ട് ഈസ് ദിസ് ലെങ്ത്? ടി വരെയുള്ള ലെങ്ത് എന്താണെന്നുള്ളത് അതാണ് എസ് ഓഫ് ടി എന്നുള്ളത് മീൻ ചെയ്യുന്നത്. അപ്പോ ടി വേരീസ് ഫ്രം 0 to t, അല്ലെങ്കിൽ ആംഗിള് 0 to t വേരി ചെയ്യുക. നമ്മൾ യു എന്ന് ഉപയോഗിക്കാൻ കാരണം അതാണ്. അപ്പോ എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t മോഡ് വി ഓഫ് യു ഡി യു. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇന്റഗ്രൽ 0 to t മോഡ് വി ഓഫ് യു എന്ന് പറഞ്ഞാല് നമുക്കറിയാം മോഡ് വി എന്ന് പറഞ്ഞാല് വി ഓഫ് യു പറഞ്ഞ മൈനസ് എ സൈൻ യു പ്ലസ് എ കോസ് യു നാ വി ഓഫ് യു. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ യു പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ യു. എ സ്ക്വയർ സൈൻ സ്ക്വയർ യു പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ യു എന്നുള്ളത് ഇസ് എ. അപ്പൊ മോഡ് വി ഓഫ് യു എന്ന് പറഞ്ഞാല് എ ഓൺ എ ഡി യു ഈക്വൽ ടു എ ഡി. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? എസ് ഓഫ് ടി ഈക്വൽ ടു എ ടി, ഓർ എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ഇൻ ടേംസ് ഓഫ് ടി. എസ് ഈക്വൽ ടു എ ടി. എസ് ഈക്വൽ ടു എ ടി ആണെങ്കിൽ വാട്ട് ഈസ് ടി? ടി ഈക്വൽ ടു എസ് ബൈ എ. ഇനി നമ്മൾ ടി ക്യാപ്പ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. ടി ക്യാപ്പ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. ഈ ടിക്ക് പകരം എസ് ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് സൈൻ എസ് ബൈ എ ഐ പ്ലസ് കോസ് എസ് ബൈ എ ജെ കിട്ടും. Now differentiate t with respect to s. That is sin differentiate the cos minus cos s by a into s by a derivative. S is the variable, a is the constant. So 1 by a into 1 minus cos s by a into 1 by a into I. അതേപോലെ ഇവിടെ മൈനസ് sin s by a into 1 by a into j വരും. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ? അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് കാപ്പ ഈക്വൽ ടു മോഡ് dt ബൈ ds ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by a സ്ക്വയർ cos സ്ക്വയർ s by a പ്ലസ് 1 by a സ്ക്വയർ sin സ്ക്വയർ s by a കിട്ടും ഈക്വൽ ടു 1 by a. ഇതാണ് കാപ്പ കാണാനുള്ള ഫസ്റ്റ് ഫോർമുല. ഇത് രണ്ടാമത്തെ ഫോർമുലയാണ് ശരിക്കും ഏറ്റവും എളുപ്പം. രണ്ടാമത്തെ ഫോർമുല എന്താണ്? മോഡ് ടി ഡാഷ് ടി ഡിവൈഡ് ബൈ മോഡ് വി ഓഫ് ടി. വാട്ട് ഈസ് മോഡ് ടി ഡാഷ് ടി? നിങ്ങളൊന്ന് നോക്കാണ്. മോഡ് ടി ഡാഷ് ടി മോഡ് ടി ഡാഷ് ടി ഓഫ് ടി ഇതാണ്. ടി ഡാഷ് കാണണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരിക? ടി ഡാഷ് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ആണ് വരിക. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ആണ് വരിക. മോഡ് ടി ഡാഷ് ടി പറഞ്ഞാല് 1 ആണ് വരിക. Now what is mod v of t? Mod v of t ഒരു വട്ടം നമ്മൾ ചെയ്തല്ലേ? mod v of t ഒരു വട്ടം നമ്മൾ ചെയ്താണ്. mod v of t equal to root of a square sin square t plus a square cos square t a ആണ്. So again is equal to 1 by a. We get 1 by a. So kappa can be calculated using these two formulae. പക്ഷേ രണ്ടാമത്തെ ഫോർമുല ഡയറക്റ്റ് ആണ്. കാരണം ആർ ഓഫ് ടിയിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തണ്ട. ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ എസ് ടീനെ എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എസിനെ കളത്തിലേക്ക് കൊണ്ടുവരണം. എസിനെ കൊണ്ടുവരണമെങ്കിൽ എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ടി മോഡ് പി ഓഫ് യു ഡി യു എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. ഓക്കെ.